നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിപ്സൊക്കെ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. എല്ലാം നല്ല റിസൾട്ടാണ്. മിക്കവർക്കും റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷം കേട്ടോ. ഞാൻ ഇന്നലെ ഒലിവ് ഓയിലും അലോവേരയും കൂടി തേച്ചതാണ് കേട്ടോ. കണ്ടോ, വെറുതെ കഴുകി കളഞ്ഞുള്ളൂ കേട്ടോ. ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ വെറുതെ കഴുകി കളഞ്ഞുള്ളൂ കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മറ്റുള്ള പാക്കൊക്കെ ഇടയ്ക്ക് തേക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. പുറത്തുനിന്നുള്ള യാതൊരു ക്രീമോ കാര്യങ്ങളോ ഒന്നും തേക്കാറില്ല മുടിയിൽ. ഷാമ്പൂ, സോപ്പ് ഒന്നും തൊടാറില്ല. നമ്മുടെ ആയുർവേദം മാത്രം, 100% ആയുർവേദം മാത്രമുള്ള പ്രോഡക്റ്റ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പരിചയമില്ലാത്ത, നമുക്ക് വേറെ പരസ്യത്തിൽ കാണുന്ന ഒരു എണ്ണയും തേക്കാറില്ല കേട്ടോ. നെല്ലിബ്രിങ്ങാതി തേക്കാറുണ്ട്, അങ്ങനെ ഹൈബിസ്കസ്, അതല്ലാതെ പുതിയതായിട്ട് വരുന്ന ഒരു എണ്ണയും ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എണ്ണകൾ, ഉലുവ മുളപ്പിച്ച എണ്ണ, അങ്ങനെ പറഞ്ഞല്ലോ, പല പല എണ്ണ, അതൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഒലിവ് ഓയിൽ നമുക്ക് ഫേസിലും തേക്കാം കേട്ടോ. ഒലിവ് ഓയിലും ഇന്നലെ കാണിച്ചല്ലോ, അത് നമ്മൾ തലയിൽ തേക്കുന്നതോടുകൂടി നമുക്ക് ഫേസിലും തേക്കാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഒലിവ് ഓയിലും അലോവേരയും കൂടി മുക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ. ഫേസിൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. സമയമുള്ളവർ അത് ചെയ്യും കേട്ടോ. നല്ലതാണ്, നല്ല റിസൾട്ടാണ്. നമുക്ക് ചില പാക്ക് ഞാൻ പറഞ്ഞല്ലോ, തലയിലും അതുപോലെ മുടിയിലും കേട്ടോ. അല്ല, തലയിലും അതുപോലെ വെള്ളി വീഴുന്നുണ്ട് ഇടയ്ക്ക്, ക്ഷമിക്കണം കേട്ടോ. തലയിലും പിന്നെ മുഖത്തും, സ്കിന്നിനും കൂടി, ഹെയറിനും സ്കിന്നിനും കൂടി ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ് മിക്കതും കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഈ ഒലിവ് ഓയിൽ നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ചില മറ്റേ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും കേട്ടോ. മിക്കയിടത്തും കിട്ടും. സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള കടകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ, അതല്ലെങ്കിൽ സാധാരണ കടകളിലോ ഒക്കെ കിട്ടും. മിക്കവാറും കിട്ടും കേട്ടോ. ഒലിവ് ഓയിൽ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ആമസോണിൽ ബുക്ക് ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. എല്ലായിടത്തും ഉണ്ടാവും ഒലിവ് ഓയിൽ. പിന്നെ സംശയം, ഈ ഡൈ ചെയ്യുമ്പോൾ, ഈ ആയുർവേദ ഡൈ ചെയ്ത് കളർ കിട്ടിയാൽ നമ്മൾ മറ്റുള്ള പാക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവില്ലേ, കളറ് പോകില്ലേ എന്നാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ മുടി കണ്ടില്ലേ, കണ്ടോ, ഇതിൽ ഗ്രേ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഗ്രേ ഉള്ള കളറാണ്. പിന്നെ ബ്രൗൺ മുടിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ തേക്കുന്നുണ്ട് അല്ലേ, നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാ പാക്കും ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് മുടിക്ക് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. പിന്നെ വളർന്നു വരുന്ന മുടി ചിലപ്പോൾ നമുക്ക് കളർ വ്യത്യാസം ഉണ്ടാവാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഹെയർ ഡൈ ഇടുമ്പോൾ അത് ശരിയായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിരന്തരം നമ്മളിപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ ഉപയോഗിച്ചു, 2 ആഴ്ച കൂടുമ്പോൾ ഉപയോഗിച്ചു, പിന്നെ നമുക്ക് ഗ്യാപ്പ് കിട്ടും ഉപയോഗിക്കുമ്പോൾ കേട്ടോ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മുടിക്ക് കളറ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ 3 മാസം 4 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുക, എനിക്ക് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ഇതുപോലെ 1 മാസം ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ ചെയ്യും. അത് നമുക്കറിയാൻ പറ്റും, നമ്മളുടെ ഹെയറിനെ നമുക്ക് ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം പ്രാക്ടീസ് ആവും ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമുക്കറിയാൻ പറ്റും കളർ വ്യത്യാസം വരുന്നുണ്ടോ, അപ്പോൾ എനിക്കിത് ചെയ്യാം. എല്ലാ പാക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ ജെല്ലും ഉപയോഗിക്കുന്നുണ്ട്, താളികൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുടി ബ്രൗൺ കളറായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഇവിടെ ഗ്രേ കളർ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ കാണുന്ന എനിക്ക് തന്നെ അതിശയം, അത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഈ ഡൈ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പാക്കിൻ്റെ കൂടെ നിങ്ങൾ ഇടയ്ക്ക് ഈ ഡൈ ഉപയോഗിക്കുമ്പോൾ അത് ഹെയർ ഗ്രോത്തിനും നല്ലതാണ്, ഹെൽത്തി സ്കാൽപ്പിന് നല്ലതാണ്. അപ്പോൾ അതൊരു പാക്കായിട്ട് നിങ്ങൾ എടുത്താൽ മതി, ഹെയർ ഡൈ ആയിട്ട് കണക്കാക്കണ്ട കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ, കളർ വ്യത്യാസം വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ, വർഷങ്ങളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ 6-7 വർഷത്തിലേറെയായി ഞാനിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ മുടി അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഈ പാക്ക് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ മുടിക്കുള്ള നാച്ചുറൽ ബ്ലാക്ക് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ വ്യത്യാസം വരുമ്പോൾ നിങ്ങളത് തേച്ച് കൊടുക്കാം.
അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് പാക്ക് തേച്ച് കാണിച്ചല്ലോ. അപ്പോൾ അത് ഡേ ടൈമിലായിരുന്നെങ്കിൽ ഞാൻ രണ്ടും തേച്ച് കാണിച്ചു തന്നേനെ. അപ്പോൾ അന്ന് പറഞ്ഞല്ലോ നൈറ്റ് 12 മണിക്കാണ് ഞാനത് നിങ്ങളെ കാണിച്ചത് വിഷയം. അപ്പോൾ അത് വാഷ് ചെയ്ത് കളഞ്ഞ സെക്കൻഡ് പാക്ക് തേക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ എന്ത് പറ്റി, ഞാൻ ആ ഫസ്റ്റ് പാക്കിൽ തന്നെ നിർത്തി. സെക്കൻഡ് പാക്ക് ഞാൻ ചെയ്തില്ല, നീലാമരിയുടെ പാക്ക് ചെയ്തില്ലായിരുന്നു. പക്ഷെ എന്നാലും മുടിക്ക് കളർ ഉണ്ടായിരുന്നു, കണ്ടോ കളർ. അങ്ങനെയുള്ള ഹെയറിൽ പിന്നെ ഞാൻ ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് തേച്ചത്. അപ്പോൾ ഒന്നും കൂടി ബ്ലാക്കായിട്ട് തോന്നി, കണ്ടോ. ഒലിവ് ഓയിൽ തേച്ചപ്പോൾ നമ്മൾ ഒന്നും കൂടി ബ്ലാക്കായിട്ട് തോന്നി നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാറി 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 പാക്ക് ചെയ്യുമ്പോൾ കളറ് ഗ്രേ കളർ ആയതുവരെയും നമുക്ക് ബ്ലാക്ക് ആക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നില്ല, സോപ്പ് ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മളുടെ ആ കളറ് പെട്ടെന്ന് വൈറ്റ് ആവാനുള്ള ചാൻസ് ഇല്ല. പിന്നെ വൈറ്റ് ആകുക എന്ന് പറയുന്നത് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന മുടി ഉണ്ടല്ലോ, അടിയിൽ നിന്ന് വളരുമ്പോൾ അതിന് വൈറ്റ്നെസ് ഉണ്ടാവാം. അപ്പോൾ ഇതിനൊന്നും ഇത് വൈറ്റ് ആവാൻ കാത്തിരിക്കാതെ നമ്മളിങ്ങനെ മാറി മാറി മാറിയാണല്ലോ പരീക്ഷിക്കുന്നത്. നമ്മളുടെ അലോവേര പാക്ക് തേക്കും, ഉലുവ പാക്ക് തേക്കും, അങ്ങനെ ഓരോ പാക്ക് തേച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് ഈ പാക്കും തേച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഹെയർ ഡൈ ആയിട്ട് ഉള്ള ഒരു കൺസെപ്റ്റ് വേണ്ടാന്നേ ഉള്ളൂ. നമ്മൾ തേക്കുന്ന പാക്കിൽ ഒരു പാക്ക് ഇത്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ, 100% റിസൾട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് വേണം അപ്ലൈ ചെയ്യാൻ. കാരണം മുടിയിൽ എണ്ണമയം പാടില്ല, തലേ ദിവസം എണ്ണ തേക്കാൻ പാടില്ല. കാരണം എണ്ണ തേക്കുമ്പോൾ നമ്മൾ പിന്നെ അത് കഴുകി കളയാൻ ഷാമ്പു ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം അഥവാ എണ്ണമെഴുക്കുണ്ടെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഈ തേക്കണേൻ്റെ തലേ ദിവസം നെല്ലിക്കപ്പൊടി തേച്ചിട്ട് ആ എണ്ണമഴുക്കൊക്കെ കളയാം കേട്ടോ. എണ്ണ ഉണ്ടെങ്കിൽ ഇത് പിടിച്ച് നിൽക്കാൻ വിഷമമായിരിക്കും, പാക്കൊക്കെ കളർ കിട്ടാൻ വിഷമമായിരിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനം എണ്ണ തലയിൽ പാടില്ല കേട്ടോ. അല്ലാതെ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. 2 ഇടവിട്ട് ദിവസം തേക്കുക. ആദ്യമായിട്ട് തേക്കുന്നവർക്കാണ് ഇങ്ങനത്തെ പ്രശ്നമുള്ളൂ. അതായത് നമ്മൾ 3 പ്രാവശ്യമായിട്ട് തേക്കണം ആഴ്ചയിൽ. അത് കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ, പിന്നെ മാസത്തിലൊരിക്കൽ. അപ്പോൾ ഇടയ്ക്ക് നമ്മളുടെ പാക്കിനോടുകൂടി നിങ്ങൾക്ക് ആവശ്യം എന്ന് തോന്നുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. നിരന്തരം യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് പിന്നീട് വല്ലപ്പോഴും യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ തന്നെ ഇതിന് ഉദാഹരണമാണ് കേട്ടോ. വേറെ നമ്മൾ മറ്റുള്ള കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും പോകുന്നില്ലല്ലോ, കംപ്ലീറ്റ് ആയുർവേദം മാത്രം കേട്ടോ. അപ്പോൾ ഈ മറ്റുള്ള പരസ്യത്തിൽ കാണുന്ന എണ്ണ തേച്ചിട്ടും മുടി വളർന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ കൂടി എന്നോടൊരു കുട്ടി പറഞ്ഞു, അതൊരു ആൺകുട്ടിയാണ്, ചേച്ചി എൻ്റെ മുടിയെല്ലാം പോയി, ഞാൻ ഏതോ ഒരു എണ്ണയുടെ ആ കുട്ടി പറഞ്ഞു ആ എണ്ണ തേച്ചിട്ട് ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒലിവ് ഓയിൽ ഇന്നലെ ഓവർനൈറ്റ് തേച്ചു, ഇന്ന് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞുള്ളൂ കേട്ടോ. വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഈ ഓയിൽ നമുക്ക് അധികം വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ ഞാനിപ്പോൾ നാളെ ചെയ്യാൻ പോകുന്ന പാക്ക് ഇതാണ് കേട്ടോ. കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിൽ ഞാൻ നമ്മുടെ ഉലുവ ഇടാൻ പോവാണ് കേട്ടോ. ഉലുവ 2 സ്പൂൺ ഉലുവ ഇടും. ഇത് നമ്മൾ എടുത്തു വെച്ചിട്ട് കുതിർത്തിയിട്ട് നാളെ ഇത് ഞരടി പിഴിഞ്ഞെടുക്കും. എടുത്തിട്ട് ഈ വെള്ളമാണ് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് കളയാൻ പോകും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ ഉലുവ തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഇതുപോലെ എടുത്തു വെക്കും. അത് നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം വേണമെന്നില്ല, ഒരു ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിക്കുക, 2ാം ദിവസം നമുക്ക് പച്ചവെള്ളത്തിലിട്ടാൽ മതി. വെറും വെള്ളത്തിൽ ഈ ഉലുവ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഉലുവ പാക്കായി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, ചിലർക്ക് എണ്ണ ഇഷ്ടമാണ് തലയിൽ അല്ലേ, അപ്പം അങ്ങനെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ മറ്റേ ഒലിവ് ഓയിലോ, അതല്ലെങ്കിൽ നിങ്ങൾ തേക്കുന്ന എണ്ണ ഏതാണോ അത് ഒരു 3-4 ഡ്രോപ്സ്
ഇതിൻ്റെ കൂടെ ഒഴിച്ചു വെക്കാം. നമ്മളിപ്പോൾ തലേ ദിവസം എടുത്ത് വെക്കുമ്പോൾ ഇതിനോടുകൂടി നിങ്ങൾക്ക് ഇതുപോലെയുള്ള എണ്ണകൾ ഏതെങ്കിലും ആവശ്യമാണെങ്കിൽ അത് ഒരു 3-4 ഡ്രോപ്സ് നിങ്ങൾക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൽ ഞാൻ ഇന്നിപ്പോൾ എണ്ണ ഇടുന്നില്ല. കാരണം ഇന്നലെ ഒലിവ് ഓയിൽ തേച്ചപ്പോൾ നല്ലോണം എണ്ണയുണ്ട് തലയിൽ. അപ്പോൾ വീണ്ടും ഒരു എണ്ണ വേണ്ട. അപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഇതാണ് തേക്കാൻ പോകുന്നത് കേട്ടോ. ഉലുവ പാക്ക് ചെയ്യും. എന്നിട്ട് ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് ആ ഉലുവ തന്നെ വീണ്ടും വെറും വെള്ളത്തിൽ ഇതേപോലെ ഇത്രയും വെള്ളത്തിൽ ഒഴിച്ചു വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം അത് തന്നെ തേക്കും. അതാണ് 2 ദിവസം ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഉലുവ നല്ലതാണ്. അതായത് മുടി വളരാൻ വളരെയധികം പൊളിക്കിൾസിനെ വികസിപ്പിക്കാനും ഒക്കെ നല്ല കഴിവുള്ളതാണ് ഉലുവയ്ക്ക് കേട്ടോ. ഹെയർ ഗ്രോത്തിന് അങ്ങനെ നമുക്ക് മുടിയിലുള്ള അഴുക്ക് പോകും കേട്ടോ. ഇതൊക്കെ നല്ലതാണ് ഇത്. അപ്പൊ നാളെയും അത് കഴിഞ്ഞിട്ട് മറ്റന്നാളും ഈ ഉലുവ പാക്കായിരിക്കും ഞാൻ തേക്കാൻ പോകുന്നത്. അപ്പോൾ അത് നാളെ തേച്ചിട്ട് ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സത്യസന്ധമായ രീതിയിലാണ് കേട്ടോ. ഒരു മായവും ഇല്ല. മായമില്ലാത്ത കംപ്ലീറ്റ് ആയുർവേദമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ കേട്ടോ. മായം കലർന്നതിൽ നമുക്ക് ഒരു വിജയം ഉണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ്. അസുഖം മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ലേഡിയാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അവർ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ യാതൊരു മായവും ഇല്ലാതെയാണ് അവർ ചപ്പാത്തി ഉണ്ടാക്കിയത്. ഈ മായം ചേർക്കാതെ വരുമ്പോൾ അധികം ദിവസം നിൽക്കില്ലല്ലോ. അപ്പോൾ കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. കടക്കാർക്ക് അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അത് മാറ്റണം എന്ന് പറയും. അപ്പോൾ അത് തിരിച്ചു കൊടുക്കും. അങ്ങനെ ആൾക്കാർക്ക് എന്താ വേണ്ട, ദിവസങ്ങൾ നിൽക്കുന്ന ചപ്പാത്തി മതി. അപ്പോൾ ഈ കൊണ്ടുപോയ ചപ്പാത്തിയൊക്കെ ഇവർക്ക് തിരിച്ചു വരാൻ തുടങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേറെ ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് ഈ മായം ചേർത്തതിനാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അവർ ഒരുപാട് വിഷമിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ചിലവർക്ക് ഇങ്ങനെ അതുപോലെ നമ്മൾ കേട്ടിട്ടില്ലേ, മുന്തിരിങ്ങ വാങ്ങിക്കാൻ പോയപ്പോൾ ഫോറിനറും, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഈ സംഭവം. ഫോറിനറും മലയാളിയും രണ്ടുപേരും മുന്തിരിങ്ങ മാർക്കറ്റിൽ മുന്തിരിങ്ങ വാങ്ങിക്കാൻ പോയപ്പോൾ ഫോറിനർ ഈച്ചയുള്ള മുന്തിരിങ്ങ മതി എന്ന് പറഞ്ഞു. മലയാളി ഈച്ചയില്ലാത്ത മുന്തിരിങ്ങ മതി. കാരണം ഈച്ചകൾക്കറിയാം എന്താണ് മെഡിസിനൊക്കെ തളിക്കാത്ത ശുദ്ധമായ ഗ്രേപ്സ് ഏതാണെന്ന് അവർക്കറിയാം. അതാണ് ഈച്ച അതിൽ വന്നിരിക്കുന്നത്. മരുന്ന് തളിച്ച മുന്തിരിങ്ങയിൽ ഈച്ചയില്ല. അത് ഫോറിനർക്ക് മനസ്സിലായി അതിൻ്റെ രഹസ്യം എന്താന്ന്. അപ്പൊ അവരത് മേടിച്ചുകൊണ്ട് വരും. ഞാൻ ജസ്റ്റ് മായത്തിന്റെ കാര്യം പറഞ്ഞതാട്ടോ. അപ്പം നമുക്ക് ഈ പുറമേ നിന്നുള്ള എണ്ണകളോ അതുപോലെ ക്രീമൊക്കെ തേക്കുമ്പോൾ ഫേഷ്യലിന് ഇപ്പോൾ പല പ്രാവശ്യം കേൾക്കണു, മറ്റുള്ള പരസ്യത്തിൽ കാണുന്ന ക്രീമൊക്കെ തേച്ച് കിഡ്നിക്ക് വരെ അസുഖം വന്നു എന്ന് ഡോക്ടേഴ്സ് തന്നെ നേരിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്രീമും കാര്യങ്ങളൊന്നും നമ്മൾ തേക്കണ്ട കേട്ടോ. നമുക്ക് ഏറ്റവും ശുദ്ധമായും മായം ഇല്ലാത്തതുമായ നമ്മളുടെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്കിന്നിനും മുടിക്കൊക്കെ അപ്ലൈ ചെയ്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ആരും വേറെ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും തേക്കാതെ ഇത് 100% ആയുർവേദം നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഈ ആയുർവേദ പൊടി കൊണ്ട് നമുക്ക് മുടി സംരക്ഷിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പേര് നേരിട്ട് കാണുമ്പോഴും പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു, ഞാൻ ഈ ഉലുവ കഞ്ഞിവെള്ളത്തിൽ തേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ അതുപോലെ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. ഇനിയിപ്പോ തലനീരിറക്കമുണ്ട്, കോൾഡ് ഉണ്ട്, തണുപ്പ് പാടില്ല എന്നുള്ളവര് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഉലുവ വെള്ളം തലയിൽ തേച്ചിട്ട് അപ്പൊ തന്നെ കഴുകിക്കളഞ്ഞോളൂ. അപ്പൊ അങ്ങനെയുള്ളവര് ആഴ്ചയിൽ 3 ദിവസം അടുപ്പിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. 3-4 ദിവസം കുതിർത്തി വെക്കുക, കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് തേക്കുക, വാഷ് ചെയ്ത് കളയാം. തേച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക്. അങ്ങനെ നോക്കിയിട്ട് അവരുടെ മുടി കൊഴിച്ചിൽ നിന്നു എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ 2 രീതിയിൽ പറഞ്ഞു കൊടുക്കും.
ഒരു കുഴപ്പമില്ല, തണുപ്പ് തലയ്ക്ക് തേച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് ഇതുപോലെ തേക്കാൻ പറയും. നല്ല നീർപ്പിടുത്തമുണ്ട്, തലവേദന വരും, തണുപ്പ് പറ്റില്ല എന്നുള്ളവർക്ക് കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ ഇതും കൊണ്ടുപോകാം, ഉലുവ വെള്ളം കൊണ്ടുപോകാം. എന്നിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മേല് കഴുകി കഴിഞ്ഞ് ഒടുക്കം നമ്മൾ ഇതും കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ അധികം നേരം പിടിച്ചു വയ്ക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക, ദൈവ വിശ്വാസം ഉണ്ടാവുക, ഈശ്വരനെ എന്ത് കാര്യത്തിലും ഈശ്വരനെ മുൻനിർത്തി ചെയ്യാം, നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈശ്വരൻ അറിയാതെ ഒരു കാര്യം നടക്കില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആരും വിഷമിക്കാതെ നമ്മുടെ ഈ ടിപ്സൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. എപ്പോഴും ഈശ്വരനെ മുന്നിൽ, ഞാൻ കുറച്ച് അനുഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതുപോലെ നമ്മൾ വിചാരിക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ. നിങ്ങൾ ഏതൊരു ജോലി ചെയ്യാൻ പോകുന്നോ അപ്പോൾ ഈശ്വരനെ വിളിക്കുക, അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ ഈശ്വര കൂടി ഉണ്ടാവണേ, വേഗം തീരണേ, ക്ഷീണം ഉണ്ടാവില്ലേ എന്നൊക്കെ പറയും, നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതുപോലെ വേഗം വേഗം കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. എനിക്ക് എന്താണോ അനുഭവം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ആരും വിഷമിക്കരുത് കേട്ടോ. അത് അതുപോലെ നമ്മൾ ചെയ്യുന്ന എന്താണോ പ്രവൃത്തി അതിന് പൂർണ്ണത ഉണ്ടാവണം എന്നുകൂടി ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ യാതൊരു പ്രശ്നമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള, പൈസ അധികം ചെലവാവാത്ത രീതിയിലുള്ള ടിപ്സാണ് കേട്ടോ. ഞാൻ അന്ന് തുടക്കം തന്നെ പറഞ്ഞു, സാധാരണക്കാർക്കും ഇത് ഉപയോഗിച്ചും മുടി സംരക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.